ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈക്കിൾസ് വിഷൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഇന്നും അതുപോലെ ഒരു കുഞ്ഞു യാത്ര പോകാനായിട്ട് റെഡി ഇറങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ചേട്ടൻ വണ്ടി ഓട്ടിക്കുന്നത് കൊണ്ടാണ് കാക്കി കൂടെ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് മീനുക്കുട്ടി റെഡിയായി നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ മീനുക്കുട്ടി അനിയൻ്റെ വണ്ടി കൂടെ കയറി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടിപ്പ് കൂട്ടം നിൽപ്പുണ്ട്. ടിപ്പുവിന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം നമ്മുടെ നെടുമങ്ങാട് വഴയില ഇവിടെയൊക്കെ വഴയിലെത്തിയല്ലേ? ഇപ്പം വഴയിലെത്തി മുമ്പ് ഒരു വലസൈഡിലൊരു തോടുണ്ട്, അതാണ് നമ്മൾ കാണിച്ചത്. വീഡിയോ എടുത്തതാണ്. കഴിഞ്ഞു. നമ്മൾ ചെറിയ ഓരോ ജംഗ്ഷൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത് പോയതാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഫുള്ള് ലൈവ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ റൂട്ട് ഞങ്ങൾ വന്ന റൂട്ട് ഫുള്ളായിട്ട് ഞങ്ങൾ ലൈവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് എന്താ പറയുക, നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു. ചില ഇടങ്ങളിൽ ഇങ്ങനെ എത്തുമ്പോൾ മഴ കോളുണ്ട്, പിന്നെ എന്താ പറയുക എന്നാലും നല്ല വെയിൽ, അങ്ങനെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ പേരൂർക്കടയൊക്കെ എത്തി കഴിഞ്ഞപ്പോൾ ബ്ലോക്കായി. വെട്ടുകാടാണ് ഈ കമ്മ്യൂണിറ്റി ഹാളല്ലേ, വെട്ടുകാട് പള്ളി കമ്മ്യൂണിറ്റി ഹാള് അവിടെ. അപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ എൻഗേജ്മെന്റിന് നമ്മൾ എത്തിയതാണ്. ഞങ്ങൾ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്, സീറ്റൊക്കെ പിടിച്ചതാണ്. ഞങ്ങളിവിടെ വന്ന് ക്ഷീണം തീർക്കാനായിട്ട് കാറ്റൊക്കെ കൊണ്ട് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ എൻഗേജ്മെന്റിൻ്റെ ഇടയിൽ അവരുടേതായ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഏട്ടാ? രസകരമായിട്ടുള്ള ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. ഇത് കോപ്പിറൈറ്റ് ക്ലൈം ഉള്ളത് കാരണം നമ്മളിങ്ങനെ പാട്ടൊക്കെ എന്താ പറയുക മ്യൂട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ച് സംസാരിക്കുന്നതാണ്. പെൺകുട്ടിയും പയ്യനും നിൽപ്പുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു. ചെറിയ കുറച്ച് വേണ്ടപ്പെട്ട റിലേറ്റീവ്സിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു ഫംഗ്ഷനാണ്. എത്രയും കൊച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ നടത്തിയ ഒരു ഫംഗ്ഷനിൽ നമുക്ക് ക്ഷണം ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോയത്. നമ്മളൊരു വീഡിയോ ആയിട്ട് ചെറുതായ വീഡിയോ ഒക്കെ എടുത്തുള്ളൂ കേട്ടോ. എൻഗേജ്മെന്റ് ഒക്കെ അല്ലേ, അതുകൊണ്ട് നമ്മൾ വലുതായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും നിന്നില്ല. നമുക്ക് ചെറിയ വീഡിയോ നിന്നുള്ളൂ. സാധാരണ നമ്മളിപ്പോൾ എവിടെ പോയാലും ഈ വീഡിയോ എടുക്കണ ആരും തന്നെ മറന്നു പോകും അല്ലേട്ടാ. നമ്മൾ മറന്നു പോകും. നമ്മളിങ്ങനെ അതൊക്കെ ഫംഗ്ഷൻ അവിടെ നടക്കുന്ന ആ ഒരു ഫംഗ്ഷനൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അത് കാരണം നമ്മളത് വിട്ടു പോകുന്നതാണ്. അങ്ങനെ നമ്മൾ ചെറിയ ഹാളൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഇത് മോതിരമാറ്റം ചടങ്ങ് നിശ്ചയം നടക്കുകയാണ് കേട്ടോ. അവർ പരസ്പരം മോതിരം കൈമാറുകയാണ്. ഇതിപ്പോൾ പെൺകുട്ടി പയ്യന് മോതിരം കൈമാറുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മധുരം കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. മധുരം പകരുകയാണ്. കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. കേക്ക് കട്ടിങ് ഇതിൻ്റെ ഇടയിൽ അവിടെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. എന്തുകൊണ്ടും കൊള്ളാല്ലേ, ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. ഭയങ്കരതായിട്ടൊന്നുമില്ല, ഒരു തിരക്കില്ല, ഒരു ബഹളമില്ല, വളരെ നൈസായിട്ട് നമ്മൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, അടിപൊളിയായിരുന്നു. അങ്ങനെ അവരുടെ പരസ്പരം കേക്കൊക്കെ കട്ട് ചെയ്ത് അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെൺകുട്ടി പയ്യൻ പെൺകുട്ടിയുടെയും മാതാപിതാക്കൾക്കൊക്കെ മധുരമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പെൺകുട്ടിയുടെ വീട്ടു കുടുംബക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഡാൻസ് പ്രോഗ്രാം ഒക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തിലുള്ള ദിവസമായിരുന്നു അല്ലേ ഇന്ന്. കുട്ടികൾക്കും വലിയവർക്കും ആർക്കും വേണമെങ്കിലും ഡാൻസോ എന്ത് പെർഫോമൻസ് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു ചെറിയൊരു സെൽഫി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സെൽഫി വീഡിയോ എടുത്തുകൊണ്ട് നിന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അവിടെ നമ്മളടുത്ത് തന്നെ മീനുകുട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ മീനുകുട്ടി എന്താ പറഞ്ഞു, മീനുകുട്ടി എന്തൊക്കെ കാര്യം പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അവിടെ ഒരു കുട്ടി പാടാനെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പെണ്ണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു പെൺകുട്ടി നല്ലൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്, ഈ സമയത്ത് ഫുഡ് കഴിക്കണം എന്നുള്ളവർക്ക് കഴിക്കാമെന്നും പറഞ്ഞു കേട്ടോ. പാട്ടൊക്കെ കേട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലെവലിലുള്ളൊരു എൻഗേജ്മെന്റിന് പോകുന്നത് അല്ലേ. നല്ല രസമുണ്ടായിരുന്നു. മീനുകുട്ടിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേതൊക്കെ ഭയങ്കര തിരക്കും ബഹളവും ഒക്കെ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, വളരെ സൂപ്പറായിട്ട്. എന്ന് പറഞ്ഞാൽ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഫുള്ളെന്ന് പറഞ്ഞാൽ ഒരു അലമ്പോ ഒന്നുമില്ല. അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെ ഇരിക്കണം എന്നുള്ളതൊക്കെ. അതിനകം ആ ഓഡിറ്റോറിയത്തിനകം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് കണ്ടക്ട് ചെയ്ത ആളിനും അത് ചെയ്ത ആളിനും എല്ലാവർക്കും അതിനായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മൾ എവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ സാധാ രീതിയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് റിലേറ്റീവ്സ് എല്ലാം കാണൂലേ, അതിൻ്റെ ഇതൊക്കെയാണ്. പിന്നെ ഫുഡ് കഴിക്കാറായി. അതും നല്ല ക്ലിയർ ആയിരുന്നു, വളരെ ക്ലീൻ ആയിരുന്നു. അതെല്ലാം ഓഡിറ്റോറിയത്തിനകത്ത് നമ്മളൊരു ബൊഫേ സ്റ്റൈലായിരുന്നു. നമുക്ക് പോയി നമ്മൾ പ്ലേറ്റ് എടുത്ത് വിളമ്പി മാറ്റി നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോലും നമുക്ക് കഴിക്കാം അല്ലേ. അങ്ങനെയായിരുന്നു. നമുക്ക് ഇവിടെ ബിരിയാണി, ബീശപ്പം, പിന്നെ ചപ്പാത്തി,
ബീഫ്, ചിക്കൻ, പിന്നെ പപ്പടം, സലാഡ്, സലാഡ്, അച്ചാർ, അച്ചാർ, സൂപ്പർ ഫുഡായിരുന്നേ. ഐസ്ക്രീം. സൂപ്പർ ഫുഡ്. ഇതവരെ കേക്കും അതെ, കേക്ക്, ഐസ്ക്രീം ഐസ്ക്രീമും. ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരുമ്പോൾ തന്നെ ഡ്രിങ്ക് ഉണ്ടായിരുന്നു, വെൽക്കം ഇതിൻ്റെ ഡ്രിങ്ക് ഇടയ്ക്ക് ഉണ്ടായിരുന്നു, ഫോട്ടോ സെക്ഷനായി. ഫോട്ടോ സെഷനായി. നമ്മളും ഫോട്ടോയ്ക്ക് നിന്നു, നമ്മളത് സെൽഫി എടുത്തില്ല. അങ്ങനെ നിശ്ചയമൊക്കെ അടിച്ചു പൊളിച്ചിട്ട് നമ്മളിതാ ഇറങ്ങുകയാണ് കൂട്ടുകാരെ. ഇനി നമുക്ക് തിരിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടിലോട്ട് തിരിച്ച് പോകാം. താഴെ ഇറങ്ങുന്നത് വരെ വാവച്ചി കുട്ടിക്ക് അത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. ഈ ഡ്രസ്സ് ഇട്ടിരുന്ന ഡ്രസ്സ് ഇറക്കം കൂടുതലായതുകൊണ്ട് ഇനി അതൊരു ഇത് ടാസ്ക് ഇറക്കം തന്നെയായിരുന്നു. കുറയ്ക്കണം കേട്ടോ. ഞാൻ ഇത് മുമ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തില്ല കേട്ടോ. അപ്പൊ ഈ ഡ്രസ്സ് കഴിഞ്ഞ വർഷം എടുത്തതാണ്. ഇപ്പൊ ഒരു വർഷമായി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതെ, നമ്മളെ ബെൻസിക്കുട്ടിയുടെ കല്യാണത്തിന് എടുത്തതാണ്. ഇറക്കം കുറയ്ക്കാൻ ഇതുവരെ പറ്റിയില്ല. അപ്പൊ ഇതുവരെ ഞാൻ അധികം പുറത്ത് ഇട്ടിട്ടുമില്ല ഈ ഡ്രസ്സ്. അങ്ങനെ പിന്നെ ഇന്ന് നിശ്ചയമല്ലേ എന്ന് കരുതി എടുത്തിട്ടതാണ് കേട്ടോ. അപ്പൊ സെന്റ് പീറ്റേഴ്സ് കമ്മ്യൂണിറ്റി ഹാൾ. അതൊന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പുറത്തിറങ്ങി നമ്മൾ പോവുകയാണ്. ഇത് നമ്മളെ വരുന്ന വഴിക്ക് വെട്ടുകാടുന്ന് അങ്ങോട്ട് വെട്ടുകാടോട്ട് വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ റോഡിലെ അവസ്ഥയാണ് കേട്ടോ ഇത്. പാവം ഇതിൽ നടന്നു വരുന്ന ആൾക്കാരൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം.